എഗ്ഗ് ബ്രെഡ് കൊണ്ട് എഗ്ഗ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റുന്ന ഒരു ഡിഷാണിത്. അതിനായിട്ട് നമുക്ക് വേണം, ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ബ്രെഡാ. 8 പീസ് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മുട്ട അതുപോലെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ, ഒരു കുഞ്ഞു ടൊമാറ്റോ, സവാള ഒരു ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം, ക്യാപ്സിക്കം സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ച്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണം ടൊമാറ്റോ കച്ചപ്പ് വേണം. പിന്നെ മസാലകൾ ഞാൻ അന്നേരം ചേർക്കുന്ന സമയത്ത് പറയാം. ഇനി എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഈ ബ്രെഡ് എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. തീ ഇച്ചിരി കുറച്ചിടണം. ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനുള്ള ഉപ്പ് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, എന്നിട്ടിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ട സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് കോരുക. ഞാനിപ്പോ അതേ കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് ഇച്ചിരി ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴട്ടിയെടുക്കാം. ഉള്ളി ഒരു 3/4 വഴന്നു. ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ആ ടൊമാറ്റോ ഇട്ടിട്ട് നന്നായി അതൊന്ന് വേവണം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വഴറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ അരച്ച് വേണമെങ്കിൽ ചേർക്കാം. ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഞാൻ മുട്ട ഫസ്റ്റില് സ്ക്രാമ്പ് ചെയ്തെടുത്തില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടെല്ലാം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം വഴന്നു കഴിഞ്ഞ് ഈ വെജിറ്റബിൾസിനെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് മറ്റേ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഈ സൈഡിൽ ഇട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമേ. ഇതിപ്പം 3/4 വഴന്നു. ഇത് വഴരാൻ വേണ്ടി വേണേ നമുക്കൊന്ന് അടച്ചു വെച്ച് വഴട്ടാം. ഇതിപ്പം കുറച്ചുകൂടി വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പൊ ഈ മുളക് പൊടി ഞാൻ ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാമേ. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് നമ്മൾ മുട്ടയ്ക്കകത്ത് ചേർത്തതല്ലേ. ഉപ്പ് ആവശ്യത്തിന്. ഇതൊന്ന് മിക്സ് ചെയ്യാമേ. നന്നായിട്ട് മസാലകളൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലോട്ട് ഞാനൊരു 2 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുക.
ചെയ്യാം. ഇത് നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ഇതിലോട്ട് കൊടുക്കാം. അതുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ആ പീസ് ആക്കി വെച്ച ബ്രെഡ് ഇടാം. തീ ഒന്ന് കുറച്ചേരെ, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി ഈ ബ്രെഡിനെ എല്ലാം മിക്സ് ചെയ്യുക. ആ മല്ലിയിലയും കൂടെ നമുക്ക് വിതറി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ 2 മിനിറ്റ് ആയി. നമ്മുടെ ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ മുട്ട ആദ്യം സ്ക്രാമ്പിൾ ചെയ്യാതെ ഈ മസാലയൊക്കെ ആയി കഴിഞ്ഞിട്ട് സൈഡിൽ ഇട്ട് ചെയ്താലും മതി. അതുപോലെ ടൊമാറ്റോ ടേസ്റ്റ് നോക്കിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.